അതായത് മെഡിക്കൽ കോളേജിന്റെ ആരംഭ കാലഘട്ടത്തിലുണ്ടായിരുന്ന കെട്ടിടമാണത്. ഏതാണ്ട് 10-50 വർഷത്തിന് മേൽ പഴക്കമുള്ളതാണ്. ഈ കെട്ടിടത്തിൽ ഇപ്പോൾ ആരും ഇല്ലല്ലേ, ഡോക്ടർമാരോ അല്ലെങ്കിൽ അവിടെ ആരും ഇല്ലാതെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. എങ്കിലും ആളുകൾക്ക് അവിടെ സഞ്ചരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള ഒരു കെട്ടിടമാണ്. പിന്നീട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു നടപടികളൊന്നും ഉണ്ടാകാതിരുന്നത്? ഇത് ദുഃഖകരമായ സംഭവമാണ്. കാരണം ഇടിഞ്ഞ് ആളുകൾ രക്ഷാപ്രവർത്തനം വളരെ മോശമായിട്ടാണ് പ്രവർത്തിച്ച് 2 മണിക്കൂറിന് ശേഷം രോഗിയെ എടുത്തത്. അതെന്താ പറ്റി അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകാനുള്ള കാര്യം? കാലതാമസം ഉണ്ടാകാനായിട്ടുള്ള അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു അതിൻ്റെ അകത്തെ മേലധികാരികളുടെയും ഒക്കെ കുഴപ്പങ്ങൾ കൊണ്ട്. നിങ്ങൾക്ക് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? ഒരു ഫയർ എഞ്ചിൻ പോലും കയറി പോകാൻ മേലാത്ത രീതിയിലുള്ള വഴി പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. വണ്ടികൾ വരാൻ താമസം. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ കെട്ടിടം ഇത്രയും പഴക്കം ചെന്ന കെട്ടിടമാണ്. അപ്പോൾ ഈ ആളുകളെയൊക്കെ ഇങ്ങോട്ട് കടത്തി വിടുകയോ അല്ലെങ്കിൽ ആളുകൾ അവിടേക്ക് പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ, ഇതുപോലെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്? ആളുകൾ പോയിരിക്കുമല്ലോ, ഫ്രീ ആയിട്ട് കിടക്കുന്ന കെട്ടിടത്തിന്റെ സൈഡിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങൾ വിശ്രമിക്കാനുമായിട്ടൊക്കെ ആളുകൾ പോകുമല്ലോ, സ്വാഭാവികമല്ലോ. ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ പ്രവേശിക്കില്ലെന്ന് മുതലായ ബോർഡുകളോ അങ്ങനെ ഒരു കാര്യവും ഇല്ലായിരുന്നു? ഒന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ? നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ഒരു HDC ഉണ്ട്, HMC കമ്മിറ്റി ഉണ്ട്. അതുപോലും ഇവര് നടത്തുന്നില്ല. മാസത്തിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും നടത്തേണ്ടതാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, സമീപത്തുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാര് അതിന്റെ അംഗങ്ങളാണ്. പക്ഷെ അവരെ വിളിക്കുകയില്ല. കമ്മിറ്റി കൂടിയിട്ട് നാളിതുവരെ കൂടിയിട്ടില്ല, 5 കൊല്ലമായിട്ട്. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സ്ത്രീ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അവരുടെ ഒരു സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? അത് കിട്ടിയത് അതായത് വർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് സംശയമില്ല. കൂട്ടത്തിലുള്ളവർ പറഞ്ഞു ഇന്നതുപോലെ പ്രശ്നമാണ്, ഒരാളെ കാണാനുണ്ട്, എന്റെ ഭാര്യയെ കാണാനുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ്. ഇനി ഇതിന് ഉള്ളിൽ ആളുകൾ കുടുങ്ങി കിടപ്പുണ്ടോ? എങ്ങനെയാണ് അത്? സാധ്യതയുണ്ട്. JCB അടക്കം എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഒരു പ്രവർത്തനം ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? അതെ, രക്ഷാപ്രവർത്തനം പറഞ്ഞില്ല. താമസം 2 മണിക്കൂറുകൾ താമസിച്ചാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കം ഇട്ടത് പോലും. അപ്പൊ കൃത്യമായിട്ട് എത്ര ആളുകൾ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത നിശ്ചയിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ആളുകൾ എത്രയുണ്ടെന്ന് പറയാൻ പോലും നിവൃത്തിയില്ല അവസ്ഥയാണ്. ശരിക്കും ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനാസ്ഥ തന്നെയായിരുന്നു ഇത്രയും അതായത് എല്ലാ വർഷവും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വേണം ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഏത് ഘട്ടമാണേലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും കൊടുത്താലേ ഉള്ള അത് ശമ്പളം പോലും കിട്ടുള്ളൂ അധ്യാപകർക്ക്. ആ അവസ്ഥ കിടക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ഈ ശോചനീയാവസ്ഥ, ഒന്നാമതെ രോഗികൾക്ക് കിടക്കാനറിയില്ല. അവിടെ നിലത്തും വായലും കക്കൂസിലും ഒക്കെയാണ് രോഗികൾ കിടക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ കിടക്കുമ്പോൾ മരുന്നുമില്ല. പക്ഷെ കാര്യക്ഷമമായ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടും ഉദ്യോഗസ്ഥരുടെ പോരായ്മ കൊണ്ടും ഭരിക്കുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ടുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു സൂചനാ ബോർഡെങ്കിലും വെക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അതുപോലെ അതൊക്കെ അവര് പറഞ്ഞില്ലേ, അവിടെ ഒരു കമ്മിറ്റി, HDC കമ്മിറ്റി എന്നും പറഞ്ഞൊരു കമ്മിറ്റി ഉള്ളതാണ് മെഡിക്കൽ കോളേജ്. ഇന്ന് വരെ കമ്മിറ്റി ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിളിക്കുന്നവരെ കൂടിയിട്ടുമില്ല. അവിടെ ഒരു കോക്കസ് ഉണ്ട്, അവരാണ് രാജ്യം ഭരിക്കുന്ന മുഴുവൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.